ഈ കാണുന്ന മനുഷ്യന്മാരൊക്കെ എങ്ങോട്ടാണ് ഈ നൂണ്ട് കയറിപ്പോണെന്നാണോ ആലോചിക്കുന്നത്? എന്നാ കേട്ടോളി, സൗദി അറേബ്യയിലുള്ള മക്കയിലെ ജബലൽ-നൂർ പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഹിറാ ഗുഹയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ജബലന്നൂർ പർവ്വതത്തിൻ്റെ മുകളിലോട്ട് നടന്നു കയറി അവിടുന്ന് ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ നിരങ്ങിയും ഇഴഞ്ഞുമൊക്കെ വേണം നമുക്ക് ഈ ഹിറാ ഗുഹയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പർവ്വതമാണ് ഈ ജബലൽ-നൂർ പർവ്വതവും അതിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിറാ ഗുഹയും. മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബി ഈ മലയുടെ മുകളിലുള്ള ഹിറാ ഗുഹയിലാണ് ധ്യാനത്തിലിരുന്നതെന്നും അവിടെ നിന്നാണ് മുഹമ്മദ് നബിക്ക് പ്രവാചകനായിട്ട് വെളിപാടുണ്ടായതെന്നൊക്കെയാണ് ഇസ്ലാമിക ചരിത്രപ്രകാരം വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെയാണ് ജിബ്രീൽ എന്ന മാലാഖ മുഹമ്മദ് നബിക്ക് ഖുർആൻ ഇറക്കിക്കൊടുത്തത് എന്നും പറയപ്പെടുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഹിറാ ഗുഹ. ഇവിടെയായിരുന്നു മുഹമ്മദ് നബി ധ്യാനത്തിലിരുന്നത്. ഇവിടെ ഇപ്പം അതിൻ്റെ സ്മരണാർത്ഥം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ വന്നിട്ട് ഇവിടെ നിസ്കാരവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കുറച്ച് സമയം ഇവിടെ ഇരിക്കാറുണ്ട്. പുലർച്ചെ 4 മണിക്കുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സമയത്തും അത്യാവശ്യം നല്ല രീതിക്ക് വിശ്വാസികൾ ഈ മല കയറി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടുന്ന് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്ന ആളുകൾ നിരവധിയാണ്. ഈ പർവ്വതം ഒന്ന് കയറി പിന്നീട് മറുഭാഗത്തേക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഈ ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഹറമിൻ്റെയും മക്കയുടെയും ഒക്കെ ഒരു വിശാലമായിട്ടുള്ള ദൃശ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും. രാത്രിയാകുന്ന സമയത്ത് അത് ഭയങ്കര രസമുള്ള ദൃശ്യമാണ് താനും. സമുദ്രനിരപ്പിൽ നിന്ന് 642 മീറ്റർ ഉയരത്തിലാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കഠിനമായിട്ടുള്ള ട്രക്കിംഗ് തന്നെയായിരുന്നു ഇതിൻ്റെ മുകളിലോട്ട്. തിരിച്ചിറങ്ങാനും അതേപോലെ തന്നെയാണ്. കാലിൻ്റെയൊക്കെ ഊപ്പാടിളകിയെന്ന് പറയാം. ഞങ്ങൾ ഏകദേശം ഒരു 2:30 മണിയാകുമ്പം കയറാൻ തുടങ്ങിയിട്ട് 4 മണിക്കാണ് മുകളിലെത്തിയത്. അതേപോലെ തിരിച്ചിറങ്ങിയ സമയമാണ് ഈ കാണുന്നത്. പുലർച്ചെ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. ഈ കാണുന്നതാണ് പകൽ വെളിച്ചത്തിലുള്ള ദൃശ്യങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.